നമസ്കാരം. നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു ഉയർച്ചയും വളർച്ചയും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സ്വപ്നതുല്യമായ ജീവിതം നിങ്ങൾക്ക് കെട്ടിപ്പടുക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് എന്തെങ്കിലും അഡിക്റ്റ്, അതായത് നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിന് അടിമപ്പെട്ടിട്ടുണ്ടോ എന്ന് ആദ്യം ചെക്ക് ചെയ്യണം. അതായത് നമ്മുടെ നാട്ടിൽ കേരളത്തിലെ സ്ഥിതി എന്ന് പറഞ്ഞാൽ മദ്യത്തിന് അടിമപ്പെടാനുള്ള സാധ്യതയുണ്ട്. പുരുഷന്മാരുടെ കാര്യമുണ്ടോ പറയുന്നത്, മദ്യത്തിന് അടിമപ്പെടാൻ സാധ്യതയുണ്ട്. അതേപോലെ മയക്കുമരുന്നുകൾക്ക് അടിമപ്പെടാൻ സാധ്യതയുണ്ട്. സ്ത്രീ വിഷയങ്ങൾക്ക് അടിമപ്പെടാൻ സാധ്യതയുണ്ട്. ഒന്നിലധികം സ്ത്രീകളുമായിട്ട് കൂടുതൽ ബന്ധം വെച്ചുകൊണ്ട് കയ്യിലെ സാമ്പത്തികവും സമയവും നഷ്ടപ്പെടുത്താൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കേരളത്തിൽ ലോട്ടറി എടുക്കുന്ന ആളുകൾക്കും ഈ ധനനഷ്ടം, സമയനഷ്ടം, ടെൻഷൻ, അങ്ങനെ പലവിധ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കണം. ചിലപ്പോൾ നിങ്ങൾ കലാകാരനായിരിക്കാം, അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരനായിരിക്കാം, അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയായിരിക്കാം. എന്തു തന്നെയായാലും നിങ്ങളുടെ ജീവിതത്തിൽ വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള നിങ്ങളൊരു കാര്യം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആ വിഷയത്തിൽ നിങ്ങൾ സക്സസ് ആവണമെങ്കിൽ നിങ്ങൾ ആദ്യം പരിശോധിക്കേണ്ടത് നിങ്ങളുടെ സമയം വേസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ലിസ്റ്റ് തയ്യാറാക്കുക. നിങ്ങളുടെ സമയത്തെ നശിപ്പിക്കുന്ന, നിങ്ങളുടെ സമയത്തെ കൊല്ലുന്ന ആ വിഷയത്തെ നിർത്തുവാനായിട്ട് ശ്രമിക്കുക. അതോടൊപ്പം തന്നെ രാത്രിയിൽ 6-7 മണിക്കൂർ കുറഞ്ഞത് നല്ല ഉറക്കം കിട്ടുകയാണെങ്കിൽ നല്ലതുപോലെ നമ്മുടെ ബ്രെയിൻ വർക്കാവും, തല വർക്കാവും. നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി നടപ്പിലാക്കാൻ നമ്മുടെ തലയിൽ ഐഡിയ വരും. അപ്പോൾ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം ചെയ്യുവാനായിട്ട് നല്ല രീതിയിൽ ചിന്തിക്കുവാനായിട്ട് പറ്റും. അതാണ് പ്രധാനമായും ജീവിത വിജയം ആഗ്രഹിക്കുന്ന ഒരാൾക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത്. പിന്നീട് നിങ്ങൾ ഏത് കാര്യം ചെയ്തുകൊണ്ടാണോ ജീവിതത്തിൽ സക്സസ് ആവാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ വിജയിക്കാൻ ആഗ്രഹിക്കുന്നത്, ആ വിഷയത്തെക്കുറിച്ച് കൃത്യമായൊരു പ്ലാൻ ഉണ്ടാവണം. ആ വിഷയം നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആ കാര്യം വേറെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ആ കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് അവിടെ പോയി നിങ്ങൾക്ക് ആ കാര്യം കൂടുതലായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയതിന് ശേഷം വളരെ മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങൾ അതിൽ തന്നെ മനസ്സിനെ അർപ്പിച്ച്, നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യത്തിൽ തന്നെ നിങ്ങളുടെ മനസ്സിനെ അർപ്പിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വിജയം ഉറപ്പായിട്ടും ഉണ്ടാവും. സാമ്പത്തികമായാലും നിങ്ങളുടെ ജീവിതത്തിലെ മുൻപ് നഷ്ടപ്പെട്ട സമയമായാലും അതിനെക്കുറിച്ച് ഓർത്ത് 1% പോലും ദുഃഖിക്കാതെ ഇനി വരാനുള്ള നല്ല സമയങ്ങളെക്കുറിച്ച് മാത്രം ഓർത്തുകൊണ്ട് നിങ്ങളുടെ സക്സസിന് വേണ്ടി, നിങ്ങളുടെ ജീവിത വിജയത്തിന് വേണ്ടി, നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയത്തിന് വേണ്ടി വളരെ പോസിറ്റീവായിട്ട്, വളരെ ഹാപ്പി ആയിട്ട് ഇറങ്ങിത്തിരിക്കുക. നിങ്ങളുടെ വിജയം സുനിശ്ചിതമായിരിക്കും. ഈ ലോകത്ത് ഒരു പ്രായത്തിൽ മാത്രമേ വിജയിക്കാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ ചെറിയ പ്രായത്തിൽ മാത്രമേ വിജയിക്കാൻ കഴിയുള്ളൂ. അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ഏത് പ്രായത്തിലും അവരവരുടെ മനസ്സിനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് വിജയിക്കാനായിട്ട് ഇറങ്ങിത്തിരിച്ചാൽ നിങ്ങൾക്ക് വിജയം സുനിശ്ചിതമായിരിക്കും. ഡെഫിനറ്റ്ലി 100% ഗ്യാരണ്ടി ആയിരിക്കും. നിങ്ങൾക്ക് വിജയം ഉണ്ടാവണമെങ്കിൽ ആദ്യം നിങ്ങളുടെ മനസ്സിനെ അടിമപ്പെട്ടിട്ടുള്ള വിഷയത്തിനെ ആദ്യം മാറ്റുക. മദ്യം, ലോട്ടറി, പെൺവിഷയം, ലഹരി, അങ്ങനെ പലതും നിങ്ങൾക്കൊരു അഡിക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിനെ ആദ്യം മാറ്റുക. നല്ലതുപോലെ രാത്രിയിൽ ഉറങ്ങാനായിട്ട് ശ്രമിക്കുക. ഉറക്കം കിട്ടിയാൽ നമ്മുടെ ചിന്തകൾക്ക് നല്ലൊരു ക്ലിയർ ആയിട്ടുള്ള ചിന്ത നമുക്ക് കിട്ടുന്നതായിരിക്കും. മനസ്സും ശരീരവും ഹാപ്പി ആയിരിക്കും. അതോടൊപ്പം നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിൽ 100% കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങളുടെ മനസ്സിനെ അർപ്പിക്കാനായിട്ട് പറ്റും. വളരെ ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും.